വൈഗ ന്യൂസിൻ്റെ പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പാലക്കാരുടെ സ്വന്തം ഭദ്രൻ ചേട്ടനാണ്. പാലായിൽ വർഷങ്ങളായി അതായത് സിനിമ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കാണുന്ന ചിത്രങ്ങളാണ് ഭദ്രൻ, പ്രത്യേകിച്ച് സ്ഫടികം പോലുള്ള സിനിമ. അത് എത്ര വർഷം കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു ഒളിമ്പ്യൻ എത്രയോ പ്രാവശ്യം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിന്ന് കണ്ടു. ഞാനിന്ന് സാറിൻ്റെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് കണ്ടായിരുന്നു. അയ്യർ ദ ഗ്രേറ്റ്. അതെന്നാന്നല്ലേ ഞാൻ പറയാം, ഈ ഇതൊക്കെ ആൾക്കാർ, ചെറുപ്പക്കാർ, പുതിയ തലമുറ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് ഞാൻ ഇന്നും അറിയുന്നുണ്ട്. എന്നാ എൻ്റെ വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ, സാർ ഇന്നലെ ഞങ്ങൾ അയ്യർ ദ ഗ്രേറ്റ് ഒരു ഭാഗം കണ്ടിട്ടേ, ഒളിമ്പ്യൻ ആൻ്റണി ആദം സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ആ സിനിമ അന്നെടുത്തല്ലോ എന്ന് പറയുന്ന ഇങ്ങനത്തെ പലതരത്തിലുള്ള മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. എന്നെ ഒത്തിരി പ്രയാസപ്പെടുത്തിയ ഒരു റിലീസായിരുന്നു അത്. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ഭയങ്കര ഏറെ പ്രതീക്ഷിച്ച് അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം സിനിമാ സങ്കല്പത്തിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് വേറൊരു ജോണറിലാണല്ലോ ആ സിനിമ ഉണ്ടാകുന്നത്. അപ്പം ആ സിനിമ പ്രത്യേകിച്ച് മലയാളികൾ അത് വളരെ കരുത്തോടെ ഉൾക്കൊള്ളുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. മാത്രമല്ല റിലീസിലേക്കൊക്കെ അടുത്തപ്പോൾ അതിൻ്റെ അകത്ത് മേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഭയങ്കര നമ്മളെ തകർത്ത് കളയുന്ന ടെർമോയിൽസുകൾ അത് വേറെ, അതിന് വേറൊരു ഇൻ്റർവ്യൂ തന്നെ വേണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ വേറെ ഏതോ ഒരു മോഹൻലാലിൻ്റെ ഒരു തനി കമേർഷ്യൽ സിനിമ. അപ്പോൾ ആ സിനിമയുടെ താഴെ ആണ് ഈ സിനിമയുടെ കളക്ഷൻ. അതായത് മമ്മൂട്ടി അതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ മോഹൻലാലിന് കൂടുതൽ ആധിപത്യം വന്ന് മലയാള സിനിമയിലുണ്ട് അതുകൊണ്ടുമല്ല. ഇതെന്തൊരു സിനിമയാണ് ഇത്, അയ്യോ ഇതിങ്ങനെയൊക്കെ സിനിമ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ആൾക്കാരുടെ ആ ഒരു റിയാക്ഷനാണ് ആ സിനിമയെ ആ സമയത്ത് നമ്മളെ തളർത്തി. കളക്ഷനിലൊക്കെ അതുണ്ടായില്ലേ. പക്ഷെ അത് റിലീസ് ചെയ്ത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് മദ്രാസിലും കോയമ്പത്തൂർ റിലീസ് ചെയ്തു. അവിടെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അയ്യോ എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒത്തിരി മുറിപ്പാടുകൾ ഉണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മോചിതനായത് ഒരു പക്ഷേ സഫയർ പോലത്തെ മദ്രാസിലെ ലാൻഡ്മാർക്ക് തിയേറ്ററിൽ എത്ര കാലം, ഏതാണ്ട് ക്ലോസ് ടു 100 ദിവസം അവിടെ ഉള്ള മാഗസീനുകളൊക്കെ ആ സിനിമയെക്കുറിച്ച് എഴുതിയ ആ രീതികൾ, ഇതെല്ലാം നമ്മളെ, അപ്പം ഞാൻ പറയാണ്, ഇപ്പം അതാണ് നമ്മൾ ഒരു പക്ഷേ ഒന്ന് ഉയർത്തിയത്. അല്ലായിരുന്നെങ്കിൽ സപ്പോസിങ് ആ സിനിമ ഒരു മാസത്തിന് ശേഷം അത് മറ്റേ രതീഷ് അത് വാങ്ങിയും ഗുഡ് നൈറ്റ് മോഹൻറ്റിൽ വാങ്ങിയും അയാൾക്കത് റിലീസ് ചെയ്യാൻ തോന്നാതെ അതവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ കണ്ടിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഫേറ്റ് ഓഫ് മൈ കരിയർ. ആൻഡ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരും മധുരയിലും പ്രത്യേകിച്ച് മദ്രാസിൽ, ചെന്നൈയിൽ സഫയർ തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എനോർമസ് ഇമ്പാക്റ്റ് ആയിരുന്നു. അതുപോലെ മണിച്ചായൻ എന്ന് നടൻ പറഞ്ഞേ, മണിച്ചായനിലൊരു നടനുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഭദ്രൻ ചേട്ടനാണെന്നാണ്. അത് യൂതുർക്കിയിലെ വില്ലൻ കഥാപാത്രം അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്ത് അത് ചെയ്യാൻ പറ്റിയെന്നത് ഭദ്രൻ ചേട്ടൻ്റെ ശക്തമായൊരു പിൻബലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ഈ മാണി കാപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഗാംഭീര്യമുള്ള ഒരു പേഴ്സണാലിറ്റിയും, പിന്നെ അയാൾ കളിക്കാരനൊക്കെ ആയിരുന്നല്ലോ. അപ്പം പിന്നെ പുള്ളി ഭയങ്കര എപ്പോഴും നല്ല സ്പിരിറ്റഡാണ് എപ്പോഴും. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ മാണി കാപ്പനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ പറയുക, എപ്പോഴും പുഞ്ചിരിച്ച മുഖവും വളരെ സൗമ്യതയുള്ള ഒരു പെരുമാറ്റവും ഒക്കെയാണല്ലോ മാണിച്ചിൻ്റെ ഒരു പ്രത്യേകതകൾ. അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അങ്ങനെയൊരു നേതാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട വില്ലനി. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അത് ചെയ്യുമ്പോൾ ശരിക്കും റിയലിസ്റ്റിക് സൈഡിൽ നമ്മൾ എടുത്തു നോക്കും. ഈ പൊളിറ്റിക്കൽ സിനാറിയയിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ഈ തരത്തിലുള്ള നല്ല മുഖഭാവമുള്ള, നല്ല പുഞ്ചിരിക്കുന്ന മുഖമുള്ള മനുഷ്യരിലാണ് കൂടുതൽ നമ്മൾ കാണുക. പിന്നെ ഈ നമ്മൾ
ഒരു ആക്ടറെ നമ്മൾ അതാണല്ലോ ഒരു സംവിധായകൻ്റെ എപ്പോഴും ആക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കഥാപാത്രം നമുക്ക് മുൻപിൽ എന്നും നമ്മൾ കാണേണ്ട ഒരു ടൂളാണ് അല്ലേ? ആ ടൂളിനെ എത്ര സിനിമയ്ക്ക് ആകുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുക്കണം എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ്റെ വിഷയം തന്നെയാണ്. അപ്പോൾ അത് മാണി സി കാപ്പനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എനിക്കൊരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഗുഡ്ഡയോൺ എന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിനെ ഡബിൾ റോൾ ചെയ്തുകൊണ്ട് പാലയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച് വിജയം കണ്ടില്ല. നല്ലൊരു പ്രതീക്ഷയോടെ ഇറങ്ങിയൊരു പടമായിരുന്നു. അതെ തന്നെ. ഈ ആദ്യം തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും സിനിമയോടൊരു ഒരു മുൻവിധിയുണ്ട്. എപ്പോഴും ആ മുൻവിധി പലപ്പോഴും ആ സംവിധായകൻ്റെ പ്രീവിയസ് സിനിമയെ നോക്കിയ അതെ അതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കരുതി സ്ഫടികം പോലത്തെ ഒരു സിനിമയായിരിക്കും എന്ന് കരുതി. ആ കരുതലായി കുഴപ്പം. മനസ്സിലായില്ലേ? ആ സിനിമയ്ക്ക് എന്താണ് കുഴപ്പം? സത്യം പറഞ്ഞാൽ ഒരു കാര്യം അറിയും, ആ സിനിമയ്ക്ക് മോഹൻലാൽ എടുത്ത എഫർട്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളും കാരണം രണ്ട് വേഷം, ഈ പ്രൊസ്താറ്റിക് മേക്കപ്സിൻ്റെ സമയം തന്നെ ആ കഥാപാത്രത്തിലേക്ക് ലാല് വന്ന് ഷോട്ടിൽ നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് എൻ്റെ 4 മണിക്കൂറോളം മേക്കപ്പിൽ തന്നെ പോകുന്നു. അപ്പം അത്രയും എഫേർട്ട് എടുത്ത ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ അവനങ്ങ് എടുക്കുകയാണ്, ഇത് ഞങ്ങൾ സ്ഫടികം പോലത്തെ ഒരു സിനിമയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് അങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചലച്ചിത്രകാരൻ എപ്പോഴും സ്ഫടികം പോലത്തെ ഒരു സിനിമ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. അതാവുകയും വരുത്. ഇപ്പം ആ സിനിമയുടെ പ്രൊഡ്യൂസർ സ്ഫടികത്തിൻ്റെ അങ്ങനെ ഉള്ളൊരു വലിയ വിജയത്തിന് ശേഷം ആ സിനിമ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയായിരുന്നു, നിങ്ങൾ അതുപോലെ ഒരു സിനിമ സ്ഫടികം തന്നെ പാർട്ട് 2 എടുത്തുകൂടെ? അതിനൊരു കഥ ശേഷിക്കുന്നില്ലല്ലോ. അല്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മുട്ടനാടിൻ്റെ ജങ്കിൻ്റെ ചോര കുടിക്കുന്ന ആടുതോമയെ ഒരിക്കൽ കൂടെ കാണണം, റേബാൻ ഗ്ലാസ് വെക്കണം, അടിച്ച് തുണി പറിക്കണം, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക. അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്തുമാവാം. ഇങ്ങനെ വലിയ ഓഫറുകളൊക്കെ പുള്ളി എന്നോട് ഫോണിൽ എപ്പോഴും പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും മോഹനോട് പറയും, മോൻ അതിൻ്റെ ഒരു കഥ അവിടെ തീർന്നില്ലേ? ആ കഥ എന്ന് പറയുന്നത് എന്താണ്? തന്നെ മനസ്സിലാക്കാതെ താൻ കൊള്ളില്ല എപ്പോഴും മറ്റുള്ളവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്ത് തന്നെ നാശിപ്പിച്ച് ഒരു കയത്തിലാക്കി കളഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നില്ലേ? അപ്പം അയാൾ തിരിച്ചറിയുന്ന ഒരപ്പൻ തിരിച്ചറിയുകയും തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്കാണ് തെറ്റുപറ്റിയത്, നീ സ്ഫടികമായിരുന്നു മനെ എന്ന് പറഞ്ഞു. അവിടെ തീർന്നു. അവിടെ സ്ഫടികമാണെന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ലോറി അവിടെ കിടക്കുകയാണ്. അപ്പൻ തന്നെ മകൻ അറിയാതെ കയറി എഴുതിയ ആ ലോറിയിൽ എഴുതിയ ആ തലക്കെട്ടുണ്ടല്ലോ സ്ഫടികം, അത് മനസ്സിലാക്കിയ തന്നെ തൻ്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു, തൻ്റെ അപ്പൻ തിരിച്ചറിഞ്ഞു. തനിക്ക് നഷ്ടപ്പെട്ട സർവ്വ വിലയും തനിക്ക് തൻ്റെ തലയിൽ തൻ്റെ അപ്പൻ ചാർത്തി തന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ ഈ ചാടുതോമ ഇനി ജീവിതത്തിൽ തുണി പറിക്കുമോ? പോരെങ്കിൽ ഈ കഥ അവസാനിക്കുന്നതിന് മുമ്പ് മകളെ കൊടുത്തുകൊണ്ട് രാവുണ്ണി സാർ പറഞ്ഞിട്ടുണ്ട്, മനെ നീ ഇനി തുണി പറിക്കരുത് ഇല്ലേ? എന്നിട്ടും പറിക്കേണ്ടതായിട്ട് വന്നു. അപ്പം എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തിനാ അങ്ങനെ തുണി പറിക്കുന്നത്? വീണ്ടും എന്തിനാ കറുപ്പ്? വീണ്ടും എന്തിനാ ചുവപ്പ്? കറുപ്പ് എപ്പോഴും അയാളുടെ ഭൂതകാലത്തിൻ്റെ ഒരു ഒരു സ്പഷ്ട ചിഹ്നമായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇരുണ്ട ഭൂതകാലമായിരുന്നു കറുപ്പ്. ചുവപ്പ് തൻ്റെ അഗ്രഷനാണ്, ചോര അല്ലേ? ഇതൊക്കെ ഈ മെറ്റഫറസ് എല്ലാം കൂടെ ചേർത്തല്ലേ ആ കഥാപാത്രത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഒരിക്കൽ ആ കഥാപാത്രം റിയലൈസ് ചെയ്യപ്പെടുന്നു, ഞാൻ ഈ ഭൂമിയിൽ ആവശ്യമാണ് എന്ന് തൻ്റെ അപ്പൻ തിരിച്ചറിയുന്നു. പിന്നെ അതിന് യാതൊരു തരം സാധ്യതകളുമില്ല. വെറുതെ നമ്മൾ ചുമ്മാ അതിനെ ചൊല്ലി വെച്ചിട്ട് വീണ്ടും ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കിരീടത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കും. അതെ, അതാണ്. അല്ലാതെ പരാജയം എന്നുള്ളതിനേക്കാൾ ഉപരി എന്തൊരു നല്ലൊരു സിനിമയായിരുന്നു കിരീടം അല്ലേ? കിരീടത്തിൻ്റെ അഡ്രസ്സോടെ ചെങ്കോലോടെ കളഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അതെനിക്ക് നമ്മുടെ മുമ്പിലൊരു പാഠമായതുകൊണ്ടും പിന്നെ ഇവിടെ കഥ അവിടെ അവസാനിച്ചുകൊണ്ട് പിന്നെ നമുക്ക് രണ്ടാമതൊരു ടേക്ക് ഓഫ് ഇല്ല.
രണ്ടാമത് വീണ്ടും അത് എടുത്തല്ലോ നമ്മൾ പുതിയ 4K സംവിധാനത്തിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല സീരിയസ് അത് ഈ പലരും തെറ്റിദ്ധരിച്ചു. എനിക്ക് ഈ 4Kയുടെ ഒരു പിന്നെ പ്രോസസ്സില്ല, അത് 4Kയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് എനോർമസ് ടൈം എടുത്തു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 2-2.5 വർഷത്തോളം. അതിൻ്റെ കാരണം അതിൻ്റെ കോംപ്ലക്സ് ഉള്ളൊരു ടെക്നിക്കാലിറ്റിയേക്കാൾ ഉപരി കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ചില സാങ്കേതിക തലങ്ങളൊക്കെ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്തൊക്കെ കിടക്കുക. അതിനെല്ലാം കോവിഡിന് ശേഷം വീണ്ടും തിരിച്ച് ഉണർത്തിയെടുത്ത് വീണ്ടും അതൊക്കെ ചെയ്തു വന്ന് അത്രയൊരു സമയമെടുത്തു. പക്ഷേ എനിക്ക് ആ സിനിമ രണ്ടാമത് ചെയ്യണം എന്ന് എനിക്ക് വളരെ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ലിയോ എന്ന് പറഞ്ഞൊരു മകനൊരു ഇഷ്ടക്കാരൻ്റെ യങ്സ്റ്ററുണ്ട്, വളരെ മിടുക്കനായ ഇയാൾ എന്നെ എപ്പോഴും പറയും, അത് ചേട്ടാ നമുക്കിതൊന്ന് 4K ആക്കിയാൽ എന്താണ്. കാരണം ഇത് കാണാത്ത, അതായത് നമ്മുടെ 4K എന്ന് പറഞ്ഞ ഒരു അനുഭവം ഈ സിനിമയ്ക്കാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു 4K ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ വന്ന് ഇട്ടിട്ടുള്ള പല സിനിമകളും എടുത്തു നോക്കിയുള്ളൂ. ഇത്രയും ഗാംഭീര്യമുള്ള പ്രമേയം 4Kക്ക് പറ്റിയ പ്രമേയം അല്ല. മറ്റു പല രീതികളിലും അതിന് നല്ലതാണ്, പക്ഷേ അല്ലാതെ നമ്മൾ കാണുകയും ചെയ്തല്ലോ, എത്രയോ സിനിമകൾ ഇതിന് ശേഷം ഇറങ്ങി. അപ്പം അതെന്താണ്, അപ്പം ഇതിന് നമ്മൾ ആ എഫർട്ട് എടുക്കുമ്പോൾ ഇത് നമ്മൾ നാളെ ഈ ലോകത്തുനിന്ന് കടന്നു പോകും, തീർച്ചയായിട്ടും കടന്നു പോയതിന് ശേഷം ഇങ്ങനൊരു സിനിമ മലയാളത്തിലുണ്ടായി, ഇതിപ്പോൾ എവിടെ? ഏതോ ലാബിൻ്റെ പിന്നെ റീൽ പെട്ടിക്കകത്ത് തുരുമ്പെടുത്ത് അതിൻ്റെ നെഗറ്റീവ് അവിടെ കിടപ്പുണ്ട്. അല്ല, ടി വിയിലൊക്കെ ഉണ്ട്, ഈ ചെറിയ സ്ക്രീനിലല്ലേ കാണുന്നത്. ഇതൊരു ബിഗ് സ്ക്രീനിലേക്ക് അല്ലേ, ഒരു ഓസം തിയേറ്ററിലേക്ക്, ഒരു ബിഗ് ഫീലിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാം? അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന് ആജീവനാന്ത കാലം അതവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാളോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറെ ആളോട് അത് ഒന്ന് പറഞ്ഞു. വീണ്ടും എൻ്റെ അടുത്ത ഒരു സഹോദരനെ പോലെ ഇഷ്ടമുള്ള ഒരാളാണ് അജി അഡ്വക്കേറ്റ്, അറിയാലോ. അപ്പോൾ അജി പഞ്ചേട്ടാ ഞാൻ റെഡി. അപ്പോൾ പുള്ളി എന്നെ ഇനിഷ്യേറ്റീവ് എടുത്തി, എന്താ പഞ്ചേട്ടാ 10 പേര് 10 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് 1 കോടി രൂപ കഴിക്കത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഭദ്രൻ ചേട്ടൻ വിചാരിച്ചത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ശരിയാണല്ലോ, 10 പേര് 10 ലക്ഷം രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ഇത് കാണാൻ മനുഷ്യർ വരാതിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ളൊരു ക്ലാസിക് ലാമ്പൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ബ്രാൻഡഡ് കമ്പനിയാണ്. അതിൻ്റെ ഉടമസ്ഥൻ ഞാനുമായിട്ട് വലിയ അടുപ്പം. ഞാൻ പുള്ളിയോട് ചുമ്മാ ഒന്ന് നിങ്ങൾ ചേരുന്നൊന്നും ചോദിച്ചൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ഒരു അജി എൻ്റെ ഇഷ്ടക്കാരൻ ലിയോ ഞങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരാളൊരു 10 ലക്ഷം രൂപ, എൻ്റെ ഭാഗം 10 ലക്ഷം ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അപ്പോൾ 30 അപ്പോൾ പുള്ളി പറഞ്ഞു, ചങ്ങനാശ്ശേരിയിൽ ഈ പ്രമാണികളുണ്ട്, ആ പ്രമാണികളോട് ആരും ചേട്ടൻ പറയണ്ട, അതായത് ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞെല്ലാം റെഡി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. വിതിൻ എ വീക്ക് ഓർ 10 days 1 crore of rupees ഇൻ ദ ബാങ്ക്. നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. കൈവിട്ടു പോയ 1-2 ഡബ് സൗണ്ടുകളുണ്ട്. അതായത് ഈ അതിനകത്തൊരു DYSPയുടെ പ്രശ്നം വന്നു, ഈ പുലിക്കോടൻ നാരായണൻ്റെ പേര് ഉപയോഗിച്ചു എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ അത് കേസായി, കോടതിയിൽ വിധി ഒക്കെ വന്ന് നിൽക്കുന്നു. വിധി എന്താണെന്ന് ചോദിച്ചാൽ എത്രയും വേഗം ആ പേര് നിങ്ങൾ മാറ്റണം. അപ്പം അതിനു വേണ്ടി ഓടി നടന്ന്, അപ്പം അന്ന് ഡബ് ചെയ്ത ആളെ നമുക്ക് ആ സമയത്ത് കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്തു, ആരണ്ടേ വെച്ച് ഈ ബഹളമല്ലേ, സിനിമ നിൽക്കുക, തിയേറ്ററിൽ നിൽക്കുക, എത്രയും വേഗം ഇത് കൊണ്ടുവരണ്ടേ. അത് ആ പഴയ ഡബ് സൗണ്ടുമായിട്ടൊന്ന് മാച്ച് ആവാതെ ഇങ്ങനെ കടിച്ച് നിൽക്കുകയാണ്. സോ ആഫ്റ്റർ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷം എനിക്കന്ന് പറ്റാതെ പോയ ചില വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് റീകറക്റ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റാതെ പോയ ഒരു 10-36 ഷോട്ടുകളടക്കം ഒരിക്കൽ റിലീസ് ചെയ്ത സിനിമയ്ക്കകത്ത് മോഹൻലാൽ അത്ഭുതപ്പെട്ടു പോയി. നേരടാ 36 ഷോട്ട്, അതെവിടെ? 36 ഷോട്ടുകളോളം രണ്ടാമത് റീഷൂ. അതോ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ അവിടെ, അടുത്ത ഷോട്ടെന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ അപ്പുറത്ത് പോയി അവിടെ. അപ്പം ഞാനും അജിയും കൂടി ഇങ്ങനെ ഇറങ്ങുക. ഈ ഷോട്ടുകളെല്ലാം തന്നെ സംഘടിപ്പിച്ച് എന്താണോ നമുക്ക് പറ്റാതെ പോയത് അതൊക്കെ അതിനകത്ത് ഇൻസർട്ട് ചെയ്തിട്ടാണ് ഈ അടുത്ത വർഷം വന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ഒരു അനുഭവമല്ലേ ഇത്. ശരി, കാരണം ഇത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടി പ്രോസസ്സാണ്. ഓക്കെ, അത് ഞങ്ങളുടെ ഈ രീതിയിലേക്ക് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ്, ഇതുപോലെ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കൊരു ചലഞ്ചുമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ വലിയ മിടുക്കന്മാരോ എൻജിനീയേഴ്സൊക്കെ എത്രയോ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കും, ഭദ്രൻ സാർ നിങ്ങളൊരു പുതിയ സിനിമ ചെയ്യാൻ നോക്കൂ സാർ,
ഈ പഴന്താടി സിനിമയുടെ പുറകെ അത് നിങ്ങളുടെ ആണല്ലോ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നേ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇനിയും എന്തുമാത്രം സിനിമകളുണ്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമോ? താങ്കൾ എന്താ ഇങ്ങനെ സിനിമ ചെയ്യാത്തത്? അപ്പോൾ എനിക്കത് സത്യം പറയാം, അത് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു കുറവായിട്ടൊന്നും കുറച്ചിലായിട്ടൊന്നും എനിക്കത് തോന്നിയിട്ടൊന്നുമില്ല. അവരുടെ ആ സ്പിരിറ്റ് നമ്മളൊരു സിനിമ ചെയ്ത് കാണാൻ വേണ്ടി എന്തുമാത്രം മലയാളി സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലേ? അപ്പം അതിന് ഞാൻ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അതെടുത്ത് എനിക്ക് ചുരുങ്ങി തോന്നുന്നത് ഏതാണ്ടൊരു 15ഓളം ആൾക്കാരെങ്കിലും ഈ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ സാധാരണ ഇതിൻ്റെ റിപ്ലൈസ് ഒന്നും നോക്കാറുന്നില്ല. എൻ്റെ അസിസ്റ്റൻസൊക്കെ സാറേ ഇങ്ങനെ ഒരു സാധനമുണ്ട് അതിങ്ങനെ, അതിന് ഒരു റിപ്ലൈ ഇല്ല. പക്ഷേ പടം റിലീസ് ചെയ്തതിന് ശേഷം ഈ 10-15 പേരിൽ ഒരു 10 പേരെങ്കിലും പേഴ്സണലി എന്നെ വിളിച്ചേച്ച് പറയുന്നു, ഭദ്രൻ സാർ അമേസിങ് വർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ടെലിവിഷനിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവമുള്ളൂ. പക്ഷെ തിയേറ്റർ ബിഗ് സ്ക്രീനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ, അതായത് അവരുടെ കണ്ണിലെ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഇത് ചാർജ് ചെയ്യപ്പെട്ടപ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. അതിന് നിങ്ങളെടുത്ത എഫർട്ട് സല്യൂട്ട്. ഇത് കേട്ടപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ പണമോ ഒന്നുമില്ല, നമുക്ക് ഭയങ്കര റിസപ്റ്റീവായിരുന്നല്ലോ, ഗംഭീര റിസപ്റ്റീവായിരുന്നു. അതങ്ങനെ ഇതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ ജീവിതത്തിനകത്ത് ഇതൊരു കോൾ ഫോർ പോലെയാണ് അല്ലേ? ഞാനതിനെയൊക്കെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് എടുക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ എത്രയോ സിനിമകൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ റിലീസ് ചെയ്യുന്നു. ഇത്രമാത്രം ഫാൻ ഷോ ഉണ്ടായ ഒരു സിനിമ ഇവിടെ എത്ര പ്രാവശ്യം കണ്ട സിനിമയാണ്. ഈ കണ്ട സിനിമയ്ക്ക് വേണ്ടി എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻ ഷോനെ ഞങ്ങൾക്കൊരു വലിയ റവന്യൂ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നാശം. കണ്ടറിഞ്ഞു വാങ്ങാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ്ലാൻഡ് ഓപ്റ്റിക്കൽസ്, പൊതുമന ടവർ, പാല. ഇന്നത്തെ സിനിമകളുടെ പ്രത്യേകതകളും അന്ന് സാറ് ചെയ്ത കാലത്ത് സിനിമകാരും നല്ലതാണ്. ഇന്നിപ്പോൾ ടെക്നിക്കലായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട് സിനിമ. അപ്പം അന്നത്തെ കാലത്ത് ചെയ്ത സിനിമകളാണോ ഇന്നത്തെ കാലത്തുള്ള സിനിമകളാണോ സാറിന് ചെയ്യാൻ കൂടുതലായിട്ട് താല്പര്യം? അല്ല, ആ ചോദ്യം ഞാൻ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് പറയാം. അതായത് ആ കാലഘട്ടത്തിൽ സാറിന് ജനിക്കാൻ കഴിഞ്ഞു. അതായത് ഏതാണ്ടൊരു ഇത്രാം ആണ്ടിൽ ഞാൻ ജനിച്ചു. ഇന്നാണ്, അതായത് ഈ കഴിഞ്ഞൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് സാർ ജനിച്ചിരുന്നുവെങ്കിൽ ഇതിലേത് സമയമാണ് സാറ് പ്രിഫർ ചെയ്യുക? സാറിൻ്റെ പ്രയോറിറ്റി ഏതാണ്? ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചതല്ലേ? എങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ജനിച്ച അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി, സിനിമ പഠിക്കാൻ വേണ്ടി മദ്രാസിൽ പോയ ആ കാലഘട്ടം സുവർണ്ണ കാലഘട്ടമായിരുന്നു. കാരണം അന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, ഒത്തിരി മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇടപെട്ടിട്ടുള്ളവരൊക്കെ ആരാണ്? വിൻസെൻ്റ് മാസ്റ്റർ എന്താണിത്? സിനിമയെ പിടിച്ച് പറിച്ച് വലിച്ച് പുറം ലോകത്തിനകത്ത് നദി പോലത്തെ ഒരു സിനിമ, പുഴകളിൽ കൂടി ഒരു സിനിമ, ഒരു പുഴകൾ, രണ്ട് കെട്ടുവള്ളങ്ങൾ തമ്മിലൊരു കഥ പറയുക. അതുവരെ നമ്മളെപ്പോഴും സെറ്റിനകത്ത് മാത്രം നിന്ന സിനിമയ്ക്ക് ഒരു എന്താ പറയുക, ഒരു മോചനം കൊടുത്ത പോലെ അങ്ങനത്തെ അതിലത്തെ പാട്ടുകൾ, ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഇളയരാജ, MS വിശ്വ, ഇവരൊക്കെ ആരാണെന്നേ? ഇവരൊക്കെയാണ് മലയാള സിനിമയുടെ അല്ല, ലോക സിനിമയുടെ മാസ്റ്റേഴ്സ്. ഈ മാസ്റ്റേഴ്സിൻ്റെ കാലഘട്ടത്തിൽ എനിക്കവിടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാര്യം അവരൊക്കെ കാണാനും അവരുടെയൊക്കെ കമ്മിറ്റ്മെൻറ്റുകൾ കാണാനും, അവർക്ക് ഇപ്പോൾ ഒരു സംഗീതജ്ഞനാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അതല്ലാതെ മറ്റൊന്നുമില്ല. അതിൽ തന്നെ അതുകൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്ന പാട്ടുകൾ എന്താണ്, അവരുണ്ടാക്കിയ പാട്ടുകളിലല്ലേ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ലോക ഗായകനായ യേശുദാസ് ഉണ്ടായത്. ഒന്ന് ആലോചിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും യേശുദാസ് ആണോ? എന്നാൽ വേണേൽ തിരിച്ച് പറയാം മുഹമ്മദ് റാഫി എന്ന് പറയും. കാര്യം ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഗായകരുടെയും പാട്ടും ആൽബവും ഒക്കെ സൂക്ഷിക്കുന്നതിനാണ് ഞാൻ. എല്ലാവരുടെ പാട്ടുകളും ഒരു 50 വർഷം മുമ്പത്ത് നമുക്കറിയാവുന്ന എത്രയോ വലിയ ഗായകരുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര പാട്ടിനോട് ഇഷ്ടമാണ്. ഇതെല്ലാം ഞാൻ കേൾക്കും. ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ യേശുദാസാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റാഫിയാണെന്ന്. അത് ഞാൻ പറയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് പിറക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സിനെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുമായി സിനിമ ചെയ്യാനും കഴിഞ്ഞു. അതാണ് ഇല്ലേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിൻസെൻ്റ് മാസ്റ്ററുടെ കൂടെ നിന്ന് ഡയറക്ഷൻ പഠിക്കാൻ.
ഹരിഹർ സാർ അപ്പം എൻ്റെ മനസ്സിലെ തപ്പില്ല. ഹരിഹർ സാറൊക്കെ ഞാൻ സിനിമയുടെ പ്രാന്തമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കരൺ സാറൊക്കെ ആദ്യ സിനിമകളൊക്കെ കോളേജുകളാണല്ലോ ആദ്യത്തെ സിനിമ, അതിലേക്കൊക്കെ അപ്പം അതിനു മുമ്പ് തന്നെ എൻ്റെ മനസ്സിനകത്ത് സുവർണ്ണ ലിപികളിൽ കയറി ചേക്കേറിയ ആളാണ് വിൻസെൻ്റ് മാസ്റ്റർ. അപ്പം ഞാൻ വിൻസെൻ്റ് മാസ്റ്ററെ കാണാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മാസ്റ്റർ പറഞ്ഞു, അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, യു ടേക്ക് എ ഡിഗ്രി ഇൻകം. ഡിഗ്രി എടുത്തിടാൻ പറഞ്ഞു. എന്നെ പുള്ളി ഉത്സാഹിപ്പിച്ചില്ല. വിൻസെൻ്റ് മാഷാണ് ഹാരി പോത്തൻ്റെ നദി അടക്കമുള്ള വലിയ സിനിമകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ വിൻസെൻ്റ് മാസ്റ്റർ ഹാരി പോത്തൻ എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിനും കൂടിയാണ്. ആ ബന്ധമൊക്കെ പറഞ്ഞ് നോക്കി, അടുപ്പിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ വിൻസെൻ്റ് മാസ്റ്റർ എൻ്റെ സിനിമകളിൽ 2-3 സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി, അയ്യർത്തറ ഗേറ്റിലെ ട്രെയിൻ ട്രാജഡി എല്ലാം പുള്ളി എടുത്തത്, അങ്കിൾ ബണ്ണിൽ ഒക്കെ പല വർക്കുകളും ഫുൾ ഫോട്ടോഗ്രാഫി ആയിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ മാസ്റ്റർ ആയിരുന്നില്ലേ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടെങ്കിലും ഞാൻ പറയും പോയിട്ട്, പക്ഷേ എനിക്ക് വലിയൊരാഗ്രഹം, ഭദ്ര ഞാൻ വരാം, ഭദ്ര മിടുക്കനാണ് എന്നൊക്കെ പറയുമ്പോഴേ ഇത് ആരുടെ വായിനായി കേൾക്കുന്നത്. ഇത് അതാണ് ഈ കാര്യം, സാധാരണ ഒരാൾ പറയുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ മാസ്റ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് MS വിശ്വനായാലും ശരി, ഇവരുടെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനും അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ പാട്ടുകൾ ഇങ്ങനെ സ്വൈര്യം വിലസിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനും ജോലി പഠിക്കാനും ഒക്കെ പറ്റിയൊരവസരമായിരുന്നു ആ കാലഘട്ടം. ഇന്ന് ആരിൽ നിന്ന് ആരെ കണ്ടുപിടിക്കും? പറയൂ, യു ടെൽ മീ എ മാസ്റ്റർ, ഒരൊറ്റ മാസ്റ്റർ പറയൂ. അപ്പോഴത്തേക്കും സിനിമകളൊക്കെ ഓടുന്നില്ല, അതൊക്കെ ഓടുന്നുണ്ടാവാം. അത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന സിനിമ ആസ്വാദകർ ചെറുപ്പക്കാരാണ് അല്ലേ. പലപ്പോഴും ചെറുപ്പക്കാർ സിനിമകൾ കണ്ട് വിലയിരുത്തുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് മാറി അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നു. പക്ഷെ വേറെ ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചാലി പാലാട് വീട്ടിൽ ചെന്നപ്പം ഭദ്രചേട്ടൻ്റെ ഫോട്ടോയാണ് ഏറ്റവും വലുപ്പത്തിൽ വെച്ചത്. ഞാൻ ചോദിച്ചതിനെ എങ്ങനെ വെച്ചിരിക്കുന്നത് ചോദിച്ചു. ഭദ്രചേട്ടനാണ് എന്നെ സിനിമയെ കൊണ്ടുവന്നത്, അദ്ദേഹത്തോടുള്ള എൻ്റെ മരിക്കുന്നത് വരെ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും, അത് ഓർമ്മയ്ക്കായിട്ടാണ് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ആളുകളൊക്കെ ഉണ്ടോ ഭദ്രചേട്ടൻ അതുപോലെ സ്നേഹിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു പാലക്കാരുണ്ട്? അല്ല, ചാലിപ്പാല കുറച്ചുകൂടെ ഒരു 10 നടയും കൂടെ കടത്തിയാണ് പറയുന്നത്. ഭദ്രചേട്ടൻ എൻ്റെ ദൈവമാണ് അങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു അത്രയും നീ കടത്തണ്ട. ചാലി വളരെ ഭയങ്കര ക്ലീറ്റസ് പറയും, മറ്റേ സതീഷ് മറകാട് എല്ലാം പറയും. ഭദ്രചേട്ടനെ പറ്റി വളരെ നല്ല രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അല്ലേ, അത് എന്താണെന്നറിയോ, ഈ ഞാൻ എപ്പോഴും ഡേ 1 അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന കാലം മുതൽ ഹരിഹർ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ടുമൊക്കെ ആ ഒരു കാലഘട്ടമുണ്ട്. അത് ഏത് വർഷമായിരുന്നു? ഒരു 80-82 അല്ലേ. എൻ്റെ ആദ്യ സിനിമ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അതിൻ്റെ ആ വർഷക്കണക്കെടുത്ത് അറിയാം. അതിൻ്റെ ജസ്റ്റ് ഹരിഹർ സാറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്, സാറ് പോലും അറിയാതെയാണ് ഞാനൊരു പുതിയ സിനിമയിലേക്ക്. കാര്യം അന്നത്തെ കാലത്തൊക്കെ പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ 33 വയസ്സേ ഉള്ളൂ. 33 വയസ്സ് എപ്പോഴും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ അന്നത്തെ കാലം എന്ന് പറയുന്നത് സിനിമ പഠിക്കണം, അത് സത്യവുമാണ്. ഇന്ന് സിനിമ പഠിച്ചിട്ടല്ല സിനിമ ചെയ്യുന്നത്, അങ്ങ് ചെയ്യാണ് ഇങ്ങനെ. പക്ഷെ അങ്ങനെ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഒരു മാറ്റവും ഇന്ന് ഈ നിമിഷം വരെയില്ല. സാധാരണ ഒരു സിനിമ വന്നു, എൻ്റെ ആദ്യത്തെ സിനിമ 100 ദിവസം കൂടിയ സിനിമയല്ലേ, ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും മീശയെല്ലാം പിരിച്ചു നമ്മൾ വലിയ ആളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും എളിമപ്പെട്ടു പോവുക. കാര്യം സ്ഫടികത്തിന് മുമ്പ് ഈ പൂവപ്പടിയും നിന്നെയും കാത്തുള്ള പടം ഭയങ്കരമായിട്ട് പ്രശസ്തി കിട്ടിയൊരു പടമാണ്. അതെ അത് നമ്മുടെ പൂർണ്ണി ഭാഗത്തൊക്കെയായിരുന്നല്ലോ ഷൂട്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ എല്ലാ സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ, കുറച്ച് സിനിമകളെല്ലാം പല ഡിഫറെൻറ്റ് ജോണറുകളിലാണ് നമ്മൾ സിനിമ ചെയ്യുക. അപ്പോൾ നമ്മളെവിടെ പോകുമ്പോഴൊക്കെ എല്ലാവരും പറയും ഭദ്രചേട്ടൻ ഒരു സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാതെ വളരെ ഡിഫറെൻറ്റ് ജോണറുകളിൽ സിനിമ ചെയ്യുന്നു. അത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. അത് തന്നെത്താൻ എഴുതി ഒക്കെ സിനിമ എടുക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മൾ വലിയ ആളാണ് എന്ന് നമുക്ക് തോന്നാം. നമ്മളെ അത് തോന്നിപ്പിക്കാത്തതിന് കാരണം എന്നറിയോ, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ എപ്പോഴും സിനിമാ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ലോകത്തുള്ള സിനിമകൾ കാണാനുള്ള ടൂൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇപ്പം ഇവിടെ തന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തിയേറ്റർ എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ ഇച്ചിരി വലുതായി നമ്മൾ വലിയ ആളാണെന്ന് ആരെങ്കിലും 10 പേര് പറയുമ്പോൾ നമുക്ക് തോന്നി അപ്പം കയറി ഒരു നല്ല സിനിമയായിട്ട് കണ്ടാൽ മതി. നമ്മളെവിടെ നിൽക്കുന്നു, നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാക്കും. ലോകത്ത്
ഇറങ്ങുന്ന നിലവാരമുള്ള സിനിമകൾ കാണുമ്പോൾ. അപ്പം അതുകൊണ്ട് മനുഷ്യരുടെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. പിന്നെ എല്ലാവരും പറയും, അയ്യോ പുള്ളിക്കാരൻ ചുണ്ടി പിടിപ്പിച്ച. ഞാൻ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഇപ്പം എന്നെ കാണാൻ വരുന്നവരൊക്കെ പലരും വിചാരിക്കും ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചു, ഞങ്ങൾ ഇങ്ങനെയാണ് വിചാരിച്ചു. സാറ് എങ്ങനെ എൻ്റെ പൊന്നെ ഓരോരുത്തരെയൊക്കെ സാറേ ഞങ്ങൾ കാണാൻ പോകുമ്പോൾ അവരൊക്കെ കാണിക്കുന്ന അഹങ്കാരവും എന്തൊക്കെയാണ്. നമ്മൾ അടിമകളോട് പെരുമാറുന്ന പോലെ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളില്ല ഞാനില്ല, അതല്ലേ? നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്? എന്താ വെറുതെ വരുന്നതാണോ? അല്ലല്ലോ. നിങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല, വല്ല കേസുണ്ടായല്ലേ പോലീസ് സ്റ്റേഷനിൽ പോകുള്ളൂ, ഇല്ലേ? എൻ്റെ അടുത്ത് കാണാൻ വരുന്നത് എന്താണ്? അയ്യോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കലാകാരനാണ്, ഈ സിനിമ ചെയ്താളല്ലേ, ആ സിനിമ ചെയ്താളല്ലേ, ഒന്ന് കാണണം, ഒരു അനുഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നിങ്ങളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ വരുന്ന നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ, എൻ്റെ പറമ്പിൽ വളരുന്ന ഒരു ഞാലിപ്പൂമ്പോഴും എങ്ങനെ തിന്നാതെ ആരുമില്ല, അവരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറുക. അത് എനിക്കങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും അല്ല. ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരിക്കൽ മമ്മൂട്ടി ഒരു കമൻറ്റ് എന്നോട് പറഞ്ഞു, ഇപ്പം കണ്ടാലൊക്കെ ഭയങ്കര ജെന്റിൽമാൻ. അയാൾ പറഞ്ഞ അപ്പം കണ്ട എന്തൊരു ഭദ്രൻ, എന്തൊരു ഭയങ്കര ജെന്റിൽമാനാ. ഉയ്യോ, പക്ഷേ സിനിമയുടെ സെറ്റിൽ കയറണം. അതെ, സിനിമയുടെ സെറ്റിൽ കയറി ഐ ഹാവ് ടു ട്രാൻസ്ഫർ. മമ്മൂട്ടി മമ്മൂട്ടിയായിട്ടാണോ ബ്ലോക്കിൽ നിൽക്കുക? അയാൾ വേറെ കഥാപാത്രമായിട്ടല്ലേ? അന്ന് പറഞ്ഞവരല്ലേ സംവിധായകൻ, എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഈ ഒരു സംവിധായകന്, സിനിമ പഠിച്ച് ചെയ്യുന്ന ഒരു സംവിധായകന് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി. അയാൾ ഷൂട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ക്യാമറ കഡേറ്റ് എന്ന് പറയുന്ന ആ ബ്ലോക്ക് ഓക്കെ ആകുന്നത് വരെ അയാൾക്ക് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി ആ ബ്ലോക്കിനോടുണ്ട്, അല്ലെ ആ ഷോട്ടിനോടുണ്ട്, ഇല്ലേ? അപ്പോൾ അതിങ്ങനെ നമ്മൾ പലതും പല കാര്യങ്ങൾക്കകത്തും ഇടപെട്ട് അവിടെയും പോയി ഇവിടെയും എവിടെയും വരുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കാതെ അതിനകത്ത് ആ ഒരു ഏകാഗ്രതയും കോൺസെൻട്രേഷനും കമ്മിറ്റ്മെൻറ്റും എല്ലാം ഉണ്ടാവണം. പിന്നെ മാത്രമല്ല നമ്മൾ ചെയ്തത് ശരിയാണോ, ഡയലോഗ് വീണ്ടും പരിശോധിച്ചതാണോ, ഇത് തന്നെ എവിടെയാണോ, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എല്ലാം ഒരു ശ്രദ്ധയിൽ, അതീവ തീക്ഷ്ണമായ ശ്രദ്ധയിലാണ് ഞാൻ സിനിമ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത ഇൻറ്ററപ്ഷൻസ് കയറി കടന്നു വരുമ്പോൾ ഐ ഗെറ്റ് എജിറ്റേറ്റഡ്. ഇപ്പം 16 വർഷം ഉണ്ടായല്ലോ ഇപ്പോൾ ഒരു പുതിയ ചെയ്തിട്ട്. ആയില്ലേ? അത് ഞാൻ പുതിയ 2-3 പടങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ കണ്ട് എല്ലാവരും ചോദിക്കും സാറേ സിനിമയൊന്നും കാണുന്നില്ലല്ലോ. സിനിമ കാണുന്നതിന് മുമ്പ് ആദ്യം ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സിനിമ സ്ക്രീനിലല്ല ഉണ്ടാക്കേണ്ട, ആദ്യം സിനിമ ഉണ്ടാക്കേണ്ടത് ഉദിക്കണം, അത് പേപ്പറിൽ ട്രാൻസ്ഫർ ചെയ്യണം. അത് പേപ്പറിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മനസ്സിൽ ഉദിച്ച പോലെ ആയിരിക്കത്തില്ല പേപ്പറിലേക്ക് വരിക. ആ പേപ്പറിലേക്ക് വന്നതിനെ എത്ര പ്രാവശ്യം നമ്മൾ വെട്ടിയും തിരുത്തി എന്തെല്ലാം കുറവുകൾ അതിനകത്തുണ്ടോ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഷൂട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്നാന്നറിയോ, നമ്മൾ ഓവറായിട്ട് ഷൂട്ട് ചെയ്യത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം, എൻ്റെ ഒരു സിനിമകളും ഇന്നീ തീയതി വരെ ഒരു 70-76 ഏറ്റവും കൂടുതൽ ഫുട്ടേജ് ഉപയോഗിച്ചിരിക്കുക എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അയ്യർ ദ ഗ്രേറ്റും ഉടയനും ഒക്കെ ആയിരിക്കാം. അതെന്നൊക്കെ പറയുന്ന ഒരു 80 റോളിലൊക്കെ പോലും പ്രവേശിച്ചിട്ടില്ല. അപ്പം അത് എൻ്റെ എപ്പോഴും ഈ ഫുട്ടേജ് എക്സ്പോർഷൻ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഡിജിറ്റലാണ്, ആ ഒരു ബോധേടല്ല. ഈ ഫുട്ടേജ് എക്സ്പോർഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ടു ഡീൽ വിത്ത്, ഇല്ലേ? നമ്മൾ എന്ത് കഥയാണ്, ആ കഥയെ ആശ്രയിച്ചിട്ടാണ് ആ കഥയുടെ ആ സിനിമയുടെ കോസ്റ്റ് നിർണ്ണയിക്കപ്പെടുക, ഇല്ലേ? ഇപ്പം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് 33 ദിവസം കൊണ്ട് തീർന്നു സാർ. 33 days ആ പടം തീർന്നു. പാലയിൽ നമ്മുടെ ജോസ് പടിഞ്ഞാറക്കര ജോസേട്ടനാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പീതാംബരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു ആത്മസ്, അവർ രണ്ടുപേരോട് ചേർന്നിട്ട് സിനിമ ഉണ്ടാക്കുന്നത്. 33-36 ദിവസത്തിനകത്ത് ആ സിനിമ കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താ? വളരെ സിമ്പിൾ. ഞാനിപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, സെൻസിബിളായിട്ടുള്ള ഒരു കൊമേർഷ്യൽ സിനിമ. ഈ കൊമേർഷ്യൽ സിനിമ എന്ന് പറയുന്ന ആ പദപ്രയോഗം തന്നെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. സെൻസിബിളായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇങ്ങനെ കോർത്തിണക്കി ട്വിസ്റ്റും ടേണും ഇങ്ങനെ കൊണ്ടുപോകുന്ന സിനിമയെ ഉണ്ടാക്കാനാണ് ഏറ്റവും പ്രയാസം, ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. ഏറ്റവും ബുദ്ധിമുട്ടതാണ്. അതിന് എന്തുമാത്രം സമയം നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ വേണം. ഇപ്പം ഞാൻ ഈ വലിയൊരു ക്യാൻവാസിൽ ഒരു പാൻ ഇന്ത്യൻ ഒരു ചിന്തയിലൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് ഏതാണ്ട് ഒരു 8 വർഷത്തോളം അതിൽ പണിയെടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ മാത്രം 8 വർഷം. ഇത് ഞാൻ എല്ലാവരും പറയും സിനിമ കഴിഞ്ഞതിന് ശേഷം പറയും. ഞാനിപ്പോൾ തക്കാലം അത് സിനിമയ്ക്ക് മുമ്പാണ് പറയുക.
സിനിമ നല്ലതായി കഴിയുമ്പോൾ പറയും, ഓ ഞങ്ങളത് 10-12 വർഷം അല്ലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പല സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്നാന്ന് പോലും എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നു അത്രമാത്രം അതിനകത്ത് കാര്യം കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്തെല്ലാം അതിനകത്ത് കുറവുകളുണ്ട്, കാലത്തിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ, പുതിയ ചിന്തകൾ എങ്ങനെ അതിനകത്ത് കൊണ്ടുപോകാം. കാര്യം നമ്മൾ എല്ലാവരും പുറത്തിണക്കി കാണേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും പുറത്തിണക്കി കാണേണ്ട ഒരു സിനിമ എങ്ങനെ ഉണ്ടാവണം? ഭയങ്കര അപ്ഡേഷൻസ് ഉണ്ടാവണം ഇല്ലേ? അതെൻ്റെ മേക്കിങ്ങിനകത്തും അതിൻ്റെ കട്ട്സിനകത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി, ആ ഒരു ഭയങ്കര അപ്ഡേഷൻസ് അതിനകത്ത് ഇപ്പോഴും ഉണ്ടായിരിക്കണം. പഴയ മിഡ് ഷോട്ടും ക്ലോസപ്പും ലോങ് ഷോട്ടും ഒന്നും അല്ല സിനിമ, എന്നാൽ അതാണ് സിനിമ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സിനിമ ലോകത്തില്ലെന്നേ. ഈ പറയുന്ന മിഡ് ഷോട്ടും ക്ലോസപ്പും ലോങ് ഷോട്ടും ഒക്കെ തന്നെ മതി. ആ നല്ല അടിസ്ഥാനമുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മതി. ഇന്നും എത്രയോ വലിയ ഈവൻ സം ദ കൊറിയൻ ഫിലിംസ് ഈ പറഞ്ഞ സോക്കോളിൽ വലിയ ഭയങ്കര ടൂൾസുകളൊന്നും ഉപയോഗിച്ചിട്ടൊന്നും അല്ല സിനിമ. വളരെ നിലത്ത് നിന്നിട്ടുള്ള സിനിമകൾ, നമ്മളെ ഹൃദയം എണ്ണീറാക്കുന്ന സിനിമകൾ, എത്രയോ സിനിമകൾ ഞാൻ കാണുന്നു. വൈഗ ന്യൂസിന് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ച ഭദ്രൻ സാറിന് എല്ലാവരും നന്ദിയും. പുതിയ സിനിമ ഉടൻ തന്നെ ഷൂട്ട് ചെയ്യാനും ഉടൻ തന്നെ ഇറങ്ങാനും വൻ വിജയമായി തീരാനും ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ടറിഞ്ഞു വാങ്ങാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ്ലാൻഡ് ഓപ്റ്റിക്കൽസ്, പുതുമന ടവർ, പാല.